സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് ഇതര വരുമാനമുണ്ടാക്കാനുള്ള സാധ്യതകൾ തേടും മന്ത്രി CP ജോൺ. പുരുഷന്മാർക്ക് സൗജന്യ യാത്രയ്ക്കുള്ള സീറോ ടിക്കറ്റ് നൽകുന്ന KSRTC കണ്ടക്ടർമാർക്കെതിരെ പിരിച്ചുവിടൽ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്താൻ പരിശോധന കർശനമാക്കിയതായും തെറ്റ് ചെയ്യുന്നവർക്കെതിരെ യൂണിയൻ ഭേദമന്യേ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പുരുഷന്മാരിൽ നിന്ന് ടിക്കറ്റ് തുക ഈടാക്കിയ ശേഷം സീറോ ടിക്കറ്റ് നൽകുന്നത് ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. ഇത്തരക്കാർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണെന്നും പദ്ധതി നടത്തിപ്പിനുള്ള തുക സർക്കാർ KSRTCക്ക് നൽകുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിച്ച ആശങ്കകൾ പഠിക്കാൻ നിയോഗിച്ച പത്മകുമാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പരിഹാരം കാണും. KSRTCയെ ബാധിക്കാത്ത രീതിയിൽ സ്വകാര്യ ബസ് മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മിറ്റി സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയദർശിനി ബസ്സുകളിൽ ഗവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അനുഭവപ്പെടുന്ന തിരക്കും വരും ദിവസങ്ങളിൽ സാധാരണ നിലയിലാകുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്വകാര്യ ബസ്സുകളുമായി മത്സരത്തിന് KSRTCക്ക് താൽപ്പര്യമില്ലെന്നും പ്രതിസന്ധിയുള്ള റൂട്ടുകളിൽ ആവശ്യമായ മാറ്റം കൊണ്ടുവരാൻ തയ്യാറാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു. നികുതി കുറച്ചതുൾപ്പെടെ സ്വകാര്യ ബസ് ഉടമകൾക്ക് അനുകൂല തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചത്. സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തേടും. KSRTCയുടേതിന് സമാനമായി പരസ്യം ചെയ്യാനുള്ള സാധ്യത ഉൾപ്പെടെ പരിശോധിക്കും. സമരക്കാരുമായി ചർച്ച നടത്തുമെന്നും സർവീസ് നിർത്തരുതെന്നാണ് അഭ്യർത്ഥനയെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾ സമരം ചെയ്യുന്നതിന് സർക്കാരിന് എതിർപ്പില്ലെന്നും മന്ത്രി പറഞ്ഞു. സമരത്തോട് നമുക്ക് അലർജിയില്ലല്ലോ, എന്നാൽ സർവീസ് നിർത്തരുതെന്നാണ് അഭ്യർത്ഥനയുള്ളത്. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതുവരെയുള്ള സഹകരണത്തിന് നന്ദിയുണ്ട്. ചില റൂട്ടുകളിൽ മാത്രമുള്ള പ്രശ്നമാണ് നിലവിലെത്തിയത്. അത് പരിഹരിക്കാനുള്ള ചർച്ച നടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.